ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് ഇറങ്ങാനിരിക്കുന്ന ബ്രഹ്മയുഗം എന്ന് പറയുന്നൊരു മൂവിനെ പറ്റി പറയാൻ നിൽക്കുകയാണ്. ആൻഡ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞൊരു മൂവി എനിക്ക് എന്തോരം പേര് ഈ ഒരു മൂവിക്ക് ഹൈപ്പ് അടിക്കണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ വളരെ ഹൈപ്ഡാണ്. കാരണം ഒന്നാമത്തെ കാര്യം മമ്മൂക്ക ഈസ് ആക്ടിങ്, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വെച്ചാൽ ഇതിൻ്റെ ഒരു സ്റ്റൈലും ഇതിൻ്റെ ഒരു എസ്തെറ്റിക്കും കണ്ടിട്ട് ഇതൊരു ത്രില്ലർ, ഒരു ബ്ലാക്ക് മാജിക് സിനിമ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരുതരം ദിഗംബരൻ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ദിഗംബരൻ സ്റ്റൈൽ ഉദ്ദേശിക്കാൻ ഞാൻ കാരണം ഇത് ഒരുതരം എന്താ പറയുക, നമ്മുടെ കേരളത്തിൽ നമ്മുടെ പണ്ടത്തെ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഓരോ മാജിക്കും കുറേ അത് പഠിച്ച് ഓരോ വിദ്യകൾ ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, മന്ത്രവാദികൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മന്ത്രവാദികളുടെ ഒരു കഥകൾ പലർക്കും നമ്മൾ മുത്തശ്ശി കഥകളായിട്ടും പല കഥകളായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പോലും ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ കഥകൾ കേട്ട് ഭയങ്കര ഫാൻറ്റസി അടിച്ച് നിൽക്കുന്ന ഒരാളാണ്. അതിപ്പോൾ സയൻസ് ഫിക്ഷൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ. അപ്പോൾ മമ്മൂക്ക നമുക്കൊരു മന്ത്രവാദിയായിട്ട് നമുക്ക് കണ്ടാൽ എങ്ങനെ ഇരിക്കും? എനിക്കത് ഉറപ്പില്ല കേട്ടോ, മന്ത്രവാദിയാണെന്ന് ഉറപ്പില്ല. ബട്ട് ഇതിൻ്റെ ഒരു ഇമേജും ഇതിൻ്റെ ഒരു പോസ്റ്ററുകളും കാണുമ്പോൾ എനിക്ക് എവിടെയൊക്കെയോ മമ്മൂക്ക ഒരുതരം മന്ത്രവാദി ലുക്ക് ഉണ്ട്. പുള്ളിക്കാരനൊരു വടിയും ഒരു കോസ്റ്റ്യൂമും, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയൊരു ഇമേജ് ഉണ്ട്. അവരെന്തോ ഒരു കബഡിയാണോ ഒരുതരം ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ മമ്മൂക്ക ഇങ്ങനെ കൈ നീട്ടി വയ്ക്കുന്നു. വേറൊരാൾ എന്തോ ഒരു സാധനം, ഇങ്ങനത്തെ ഒരു സാധനം കൊടുക്കുന്നു. അതെന്തായാലും അവർ ലുഡോ കളിക്കില്ല, അത് ഉറപ്പാണ്. അപ്പോൾ എന്താണ് സംഭവം നമുക്കിതിൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് കൊടുക്കുന്നതും ഒരു സംശയം തന്നെയാണ്. അത് ചിലപ്പോൾ ഒരു പാസ്റ്റ് റെഫറൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഈ കാലത്ത് ഒരു നടക്കുന്നൊരു സംഭവമായിട്ടല്ല അവരത് പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, അതായത് നമ്മുടെ മുത്തശ്ശികളുടെ കാലങ്ങൾക്ക് ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ, എങ്ങനെയായിരുന്നു ഇതുപോലത്തെ മനുഷ്യർ ജീവിച്ചിരുന്നത്, അവരുടെ കഥ ഒരു തരം മൂവി ആയിരിക്കും. ഹൊറർ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു മൂവി ഞാൻ നോക്കുന്നത് ബേസിക്കലി നമ്മുടെ അനന്തഭദ്രം എന്ന് പറഞ്ഞ മൂവീനെ പറ്റിയാണ്. കാരണം എനിക്ക് ആ മൂവി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ മിത്തോളജിക്കൽ പിന്നെ ഡാർക്ക് പിന്നെ എന്നിട്ട് പറയുക മാജിക്കൽ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ ഡിസ്നിക്കാർ പോലെയല്ല, ഒരു പ്രൈം ഡാർക്ക് മൂവീസ്. അത് നമ്മുടെ ഈ ദിഗംബര എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയാണ്, അതൊക്കെ ഭയങ്കര ഒരു ഹിറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ക്യാരക്ടർ നമുക്കിനി ജന്മത്തിൽ കിട്ടില്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ നീക്കിപ്പോക്ക് ചെയ്യും തോറും ഇതുപോലത്തെ മൂവീസ് നമ്മൾ മിസ് ഔട്ട് ചെയ്യും. അപ്പോൾ അതെന്തായാലും മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ടീസർ ഈ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാരക്ടർ ബ്രേക്ക് ഡൗൺ അതും ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ ചെയ്യാം. 4 ക്യാരക്ടേഴ്സ് ഉണ്ട് മമ്മൂക്കയുടെ. നമ്മുടെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ആൻഡ് അമാൽഡ ലിസ്. ഈ ചേച്ചി കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഇതിലുള്ളൊരു ഇതാണ്. പിന്നെ ഈ റീസെൻ്റ്ലി ഏതോ എനിക്ക് തോന്നുന്നത് മറ്റേ സുലേഖ മനസ്സിലോ അങ്ങനത്തെ ഒരു മൂവി ഉണ്ടല്ലോ, ആ ഒരു മൂവിയിലും അപ്പിയർ ചെയ്തിട്ടുണ്ട് ആസ് പൊറിഞ്ചു മറിയം ജോസിലെ ക്യാരക്ടറിൻ്റെ വൈഫായിട്ടാണ് വരുന്നത്. ആൻഡ് ഷീസ് എ വെരി ഗുഡ് ആക്ട്രസ്. അപ്പോൾ ഇതുപോലത്തെ ഒരു മൂവി ഹിറ്റ് ആവുകയാണെങ്കിൽ ഷീ വിൽ ബി ഇൻ എ ഗ്രേറ്റ് ഡിമാൻഡ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം പുള്ളിക്കായിട്ട് നമുക്ക് നല്ല മൂവീസ് എന്തെങ്കിലും ഓഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ